ഞാൻ യൂത്ത് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ യൂത്തിനോട് ഒറ്റ വിഷയമേ പ്രസംഗിക്കത്തുള്ളൂ. എന്താണെന്നറിയോ? യേശു ഏകരക്ഷകൻ. എന്തുകൊണ്ടെന്നറിയോ? ആദ്യത്തെ മിനിറ്റ് മുതൽ പരിശുദ്ധാത്മാവ് കളത്തിലുണ്ടാവും. യൂത്ത് ധ്യാനമാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ധ്യാനം. പക്ഷെ ആദ്യത്തെ ടോക്ക് മുതൽ പരിശുദ്ധാത്മാവ് ആ പ്രദേശത്ത് മുഴുവൻ ഉണ്ടാവും. കാരണം ഈ പരിശുദ്ധാത്മാവിന് ഭയങ്കര ഇഷ്ടമാണ് യേശു ഏകരക്ഷകനാണെന്ന് പറയുന്നത്. ഭയങ്കര മൂവിങ് ഓഫ് ദ സ്പിരിറ്റ് ഭയങ്കരമായിരിക്കും. ജീസസ് ദ ഓൺലി സേവിയർ. യേശു ഏകരക്ഷകൻ. രക്ഷയ്ക്ക് പല വഴികളില്ല, ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേര് യേശു എന്നാണ്. യേശു. ഇത് പറയണമെങ്കിൽ ഞാൻ യൂത്തിനെ ധ്യാനിപ്പിക്കുമ്പോൾ പറയും, 26 കണ്ടംപററി ഫിലോസോഫിക്കൽ തിയറികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യേശു ഏകരക്ഷകനാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾ യേശു ഏകരക്ഷകനാണെന്ന് പറയുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന 26 തിയറികളെ നിങ്ങൾ തള്ളേണ്ടി വരും. അതിന് നിങ്ങൾക്ക് സ്റ്റാമിന വേണം, ധൈര്യം വേണം. അത് പറയണം യേശു ഏകരക്ഷകൻ. ഞാൻ പറഞ്ഞു വരുന്നത്, യേശു പറഞ്ഞതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുള്ള നിലപാട് ഇതായിരിക്കണം, കർത്താവ് പറഞ്ഞാണ് സത്യം. അങ്ങനെ ഈശോ പറഞ്ഞതാണ് സത്യം എന്ന് നമ്മൾ അംഗീകരിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും.